ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ദിവസം അമ്മയെ പോലെ നിൽക്കാൻ പോവാണ്. ഇങ്ങനെ ഈ ഒരു സംഭവം അവസാനം വരെ എത്തിച്ചു എന്ന് നോക്കാം. അതിനാദ്യം പണി തുടങ്ങുന്നത് എൻ്റെ റൂമിൽ തന്നെയാണ്. ആദ്യം തന്നെ പുതപ്പ് മടക്കാൻ തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുതപ്പ് മടക്കല. അത് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. അങ്ങനെ പുതപ്പ് മടക്കൽ ഏകദേശം കഴിയും. അങ്ങനെ എൻ്റെ ബാഗ് അവിടെ പരന്നടക്കണമായിരുന്നു. അതൊരു ആണിമ തൂക്കി. അങ്ങനെ അയക്കമത്തെ തുണികൾ മടക്കി വെച്ചപ്പോൾ തന്നെ റൂം ഏകദേശം സെറ്റായി. ഇനി പണി തറയിലാണ്. അതിനായിട്ട് അടിച്ചുവാരൻ ചൂലെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അടിച്ചുവാരൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി ഈ അടിച്ചുവാരൽ തന്നെയാണ്. അടിച്ചുവാരിപ്പോൾ തന്നെ റൂം ഏകദേശം സെറ്റായി. ഇതിനടുത്തത് ഹാളിലേക്ക് വന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുക. സത്യം പറഞ്ഞപ്പോൾ ഏകദേശം വൃത്തിയായിട്ടുണ്ട്. ഇത് വൃത്തിയാക്കാൻ തന്നെ സമയം കുറെ എടുത്തു. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ റൂം വൃത്തിയാക്കാൻ പോവാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാം മടക്കി വൃത്തിയാക്കി അടിച്ചുവാരൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ 2 റൂമുള്ളതിനാണ് ഭാഗ്യം. 2 റൂം അടിച്ചു വൃത്തിയാക്കിയപ്പോൾ തന്നെ കുഴങ്ങി. അങ്ങനെ അകത്തുള്ള പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി പുറത്താണ്. അങ്ങനെ അലക്കിയിട്ട ഡ്രസ്സ് കുറച്ച് ഉണക്കാണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഉണങ്ങിയ ഡ്രസ്സൊക്കെ അയക്കിന്ന് എടുക്കണം. മഴ കാരണം ചിലതൊന്നും ഉണങ്ങിയിട്ട് തന്നെ ഇല്ല. അങ്ങനെ ഇപ്പോൾ ഉണക്കാനുള്ള ഡ്രസ്സ് അയക്കാൻ വിടുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു വടി വെച്ച് ഉണക്കിയ ഡ്രസ്സൊക്കെ അറ്റത്തേക്ക് ആക്കുകയാണ്. അങ്ങനെ ഉണക്കാനുള്ള ഡ്രസ്സൊക്കെ ഏകദേശം അയക്കയിലിട്ടു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വിശപ്പ് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ രാവിലത്തെ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ തിന്ന പാത്രം കഴിക്കാൻ പോയപ്പോൾ ഉണ്ട് അവിടെ കുറേ എണ്ണം. ഇത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയ പാത്രമാണ്. ഒരു ദിവസം എടുത്തില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചു. അങ്ങനെ ഇപ്പോൾ എല്ലാം കേക്ക് വെച്ച് വൃത്തിയാക്കി. അങ്ങനെ ഇപ്പോൾ ഉണ്ട് അനിയത്തി വിളിച്ചുകൊണ്ട് പോകണം നമുക്ക് എന്തെങ്കിലും ഗെയിം കളിക്കാന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആകെ അറിയണ കളി അക്കുത്തിക്കുവാണ്. അപ്പോഴാണ് അനിയത്തി ആലപ്പുഴ ചിങ്കനെ കണ്ടിട്ട് എന്നെ കുത്താൻ വരുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പറയും. അങ്ങനെ ഓള് ഹാപ്പിയായി. അങ്ങനെ ഇപ്പോൾ സമയം 6:30 ആയി. ഇനിയിപ്പോൾ ചായ വെക്കണം. അങ്ങനെ ഇപ്പോൾ ചായ വെക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചായ വെച്ച് ഏരക്കാന്ന് മാത്രം. അങ്ങനെ ഇപ്പോൾ ഗ്യാസിൽ ചായക്കുള്ള വെള്ളം വെക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ചായ വെച്ച് വേറെ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഒരു കുടവും വെള്ളം കൊണ്ട് വെച്ചു. ഇനി കുറച്ചു നേരം അമ്മമ്മ സഹായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് വൃത്തിയാക്കിയ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ആകെ ഞെട്ടിയത്. എല്ലാം പഴയതുപോലെയായി. ഇനി ഇത് നാളെയും വൃത്തിയാക്കണം. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോഴേക്കും അമ്മ വന്നു. ഇനി ബാക്കി പണി മൊത്തം അമ്മയ്ക്കാണ്. ഞാനിന്ന് കുറച്ച് പണി ചെയ്തിട്ടുള്ളൂ. എന്നാൽ അതിൻ്റെ 3 ഇരട്ടി പണി ഓരോ അമ്മമാരും ഈ 365 ദിവസം ചെയ്യുന്നുണ്ട്. അവരെന്തായാലും സമ്മതിക്കണം. ഞാൻ ഈ ഒരു ദിവസം എന്ത് പഠിച്ചു എന്ന് വെച്ചാൽ ഒരു കറിയിൽ ഉപ്പില്ല എന്ന പേരിലോ മറ്റെന്തെങ്കിലും സംഭവത്തിന്റെ പേരിലോ അമ്മമാരെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അവർ ചെയ്യുന്ന കഷ്ടപ്പാട് അവർക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.